വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷൻ ജൂലൈ 24 നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥമുള്ള സമരപ്രചാരണ വാഹനജാഥ ജൂലൈ 14, 15, 16 തീയതികളിൽ എറണാകുളം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തുമെന്ന് ഭാരവാഹികൾ. ജൂലൈ 14 പറവൂർ പഴയ KSRTC സ്റ്റാൻഡിൽ CITU എറണാകുളം ജില്ലാ സെക്രട്ടറി PR മുരളീധരൻ ജാഥ ഉദ്ഘാടനം ചെയ്യും. ഇന്ധനവില വർധനവ് പിൻവലിക്കുക, ഓട്ടോ ടാക്സി നിരക്ക് പരിഷ്കരിക്കുക, മോട്ടോർ തൊഴിലാളികൾക്ക് ESI അനുവദിക്കുക, വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. കേരള സ്റ്റേറ്റ് ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജൂലൈ 24 നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥം എറണാകുളം ജില്ലയിൽ സമരപ്രചരണ വാഹനജാഥ സംഘടിപ്പിക്കും. ജൂലൈ 14, 15, 16 തീയതികളിലാണ് ജാഥ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തുന്നത്. ഇന്ധനവില വർധനവ് പിൻവലിക്കുക, ഓട്ടോ ടാക്സി നിരക്ക് പരിഷ്കരിക്കുക, പൊതുവാഹനങ്ങൾക്ക് സബ്സിഡി നിരക്കിൽ ഇന്ധനം വിതരണം ചെയ്യുക, തൊഴിലാളി ദ്രോഹ ലേബർ കോഡ് ഉപേക്ഷിക്കുക, മോട്ടോർ തൊഴിലാളികൾക്ക് ESI അനുവദിക്കുക, വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സെക്രട്ടേറിയറ്റ് മാർച്ചും സമരപ്രചാരണവും സംഘടിപ്പിക്കുന്നത്. VA സക്കീർ ഹുസൈൻ ക്യാപ്റ്റനും TV രാജൻ വൈസ് ക്യാപ്റ്റനും ഫെഡറേഷൻ സെക്രട്ടറി PR പ്രസാദ് മാനേജറുമായുള്ള ജാഥയിൽ വിനോദ് മാത്യു, PM ഹാരിസ്, EP സുരേഷ്, എൽദോ ഡേവിഡ്, വാഹിദ സന്തോഷ് എന്നിവരാണ് ജാഥാംഗങ്ങൾ. സമരത്തിന്റെ പ്രചരണാർത്ഥം നടത്തുന്ന വാഹന ജാഥ ജൂലൈ 14 രാവിലെ 9:30 പറവൂർ പഴയ KSRTC സ്റ്റാൻഡിൽ നിന്ന് ആരംഭിക്കും. തുടർന്ന് 3 ദിവസങ്ങളിലായി ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ജാഥ പര്യടനം നടത്തും. CITU എറണാകുളം ജില്ലാ സെക്രട്ടറി PR മുരളീധരനാണ് ജാഥ ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എറണാകുളം ജില്ലാ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് അസോസിയേഷൻ CITU സെക്രട്ടറി VA സക്കീർ ഹുസൈൻ, കാർ ഡ്രൈവേഴ്സ് യൂണിയൻ സെക്രട്ടറി TV രാജൻ, ഓട്ടോ ടാക്സി ഫെഡറേഷൻ സെക്രട്ടറി PR പ്രസാദ്, ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് അസോസിയേഷൻ ഖജാൻജി EP സുരേഷ്, ജില്ലാ കമ്മിറ്റി അംഗം PK സുരേന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പക്ഷെ ചാർജ് വർദ്ധിപ്പിച്ച് ലഭിക്കുന്നത് വരെ സമരത്തിലേക്ക് പോകണം. അടിസ്ഥാനപരമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം മുന്നോട്ട് പോകും. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ജീവിത ചെലവ് കൂടി, സ്പെയർ പാർട്സിന്റെയും ടയറിന്റെയും വില വർദ്ധിച്ചു, വർക്ക്ഷോപ്പുകളുടെ ചാർജുകൾ വർദ്ധിച്ചു, നിത്യോപയോഗ സാധനങ്ങൾ വർദ്ധിച്ചു. അതുകൊണ്ട് ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികൾക്ക് ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. ഒരു ദിവസം അവർക്ക് എല്ലാ ചെലവും കഴിച്ച് ജീവിക്കാൻ ആവശ്യമായ വരുമാനം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് തൊഴിലാളികൾ സമരത്തിലേക്ക് വരാനുള്ള 2022 ഏറ്റവും ഒടുവിൽ 2022 ഏപ്രിൽ മാസത്തിലാണ് ചാർജ് വർദ്ധിപ്പിച്ചത്. അതിനുശേഷം ഓട്ടോറിക്ഷ ടാക്സി രംഗത്ത് ചാർജ് വർദ്ധന ഉണ്ടായിട്ടില്ല. ഏകദേശം 4 വർഷക്കാലം പിന്നിട്ടിരിക്കുന്നു. ഇതിനിടയിൽ പെട്രോളിനും ഡീസലിനും അനിയന്ത്രിതമായി വരുന്നു. വാക്സിനേഷൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഓരോ ദിവസവും കൂടി. ഇപ്പോ എത്തി നിൽക്കുന്ന ഈ വിലയുടെ അടിസ്ഥാനത്തിൽ ഓട്ടോ ടാക്സി തൊഴിലാളികൾക്ക് മുന്നോട്ട് പോകാനാണില്ല. ന്യൂസ് ബ്യൂറോ, പറവൂർ. റോയൽ കൊച്ചി 15 വർഷമായി പള്ളൂരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചത്. എല്ലാ സർവീസുകൾക്കും 30 days സർവീസ് വാറന്റി. സർവീസ് അടുത്തിരുന്ന് കാണാം. പഴയ ഫോൺ എക്സ്ചേഞ്ച് ചെയ്ത് തവണ വ്യവസ്ഥയിൽ പുതിയ മൊബൈൽ ഫോൺ സ്വന്തമാക്കാം. ഡോർ ഡെലിവറി സംവിധാനമുണ്ട്. റോയൽ കൊച്ചി.